പക്ഷെ ബീഹാർ തിരഞ്ഞെടുപ്പ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. 6-11 തീയതികളിൽ, നവംബർ 6-11 തീയതികളിലാണ് നടക്കുന്നത്. 14-ന് വോട്ടെണ്ണൽ. ഇങ്ങനെയാണ് അതിന്റെ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയാക്കി വെച്ചേക്കുന്നത്. ഇപ്പോ അമിത്ഷാ എല്ലാ മുന്നണികളും ഞങ്ങൾ ജയിക്കും എന്ന് പറയും. പക്ഷേ മാതൃഭൂമിയുടെ ഒക്കെ സർവേ റിപ്പോർട്ട് പുറത്തു വന്നത്, പല സർവേ റിപ്പോർട്ടുകളും നമ്മൾ പറയുമ്പോൾ ഒന്നായിരിക്കും, പക്ഷെ ഫലം വരുമ്പോൾ മറ്റൊന്നായിരിക്കും. അതൊക്കെ ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ്. എങ്കിലും പറയുന്നത് ബീഹാറിൽ NDA തന്നെ വീണ്ടും അധികാരം പിടിക്കും എന്നുള്ളതാണ്. ഇപ്പൊ അമിത്ഷാ പറയുന്നു 243 അംഗമുള്ള ബീഹാർ നിയമസഭയിൽ 160 സീറ്റ് NDAക്ക് കിട്ടും. അങ്ങനെ NDA സർക്കാർ 5ാം തവണയും അവിടെ ഭരിക്കും, സർക്കാർ രൂപീകരിക്കും എന്നാണ് പറയുന്നത്. ഇത്രത്തോളം ആത്മവിശ്വാസം BJPക്ക് എങ്ങനെ ഉണ്ടായി? BJPയുടെ ആത്മവിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകം അല്ലെങ്കിൽ അതിൻ്റെ തുറുപ്പ് ചീട്ട് എന്ന് പറയുന്നത് അവരുടെ താരപ്രചാരകനായിട്ടുള്ള മോദി തന്നെയാണ്. മോദിയുടെ ഒരു മാജിക്കൽ ഇമ്പാക്റ്റ് ഇപ്പോഴും അവിടെ ഉണ്ട് എന്നാണ് ഇന്നലത്തെ അവരുടെ റോഡ് ഷോയിൽ നിന്ന് നമ്മൾ കണ്ടത്. റോഡ് ഷോയിൽ വലിയ ജനക്കൂട്ടമാണ് പങ്കെടുക്കുന്നത്. അതുകൊണ്ട് അവരങ്ങനെ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു കാര്യം, അമിത്ഷാ അവിടെ ചെന്ന് പറഞ്ഞ കാര്യം എന്താണ്? സീതാദേവിക്ക് വലിയ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നു. അയോധ്യയിൽ ശ്രീരാമന് ക്ഷേത്രം നിർമ്മിച്ചു. ഇനി ബീഹാറിൽ സീതാദേവിക്ക് ക്ഷേത്രം നിർമ്മിക്കും. അതിൻ്റെ പൂർത്തീകരിക്കും, 2 കൊല്ലം കൊണ്ട് പൂർത്തീകരിക്കും. ഏതാണ്ട് ഒരുപാട് കോടി രൂപ അതിനുവേണ്ടി ചെലവഴിക്കും. അത് വലിയ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റി തീർക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ ഒരു വർഗീയമായ ഒരു കാർഡ് വെച്ച് അദ്ദേഹം നടത്തിയ ഒരു പ്രചാരണമാണ് എന്ന് നമ്മൾ കണക്കാക്കാം. പക്ഷേ അതിനല്ല ബീഹാറിലെ പ്രാധാന്യം. ഇപ്പോൾ ബീഹാറിലെ ഏറ്റവും വലിയ പ്രശ്നം ആരാണ് ഈ ബീഹാറിൻ്റെ സെൻറ്റർ പോയിന്റിലേക്ക് ബീഹാറിൻ്റെ പ്രോബ്ലം കൊണ്ടുവന്ന് വെച്ചാൽ പ്രശാന്ത് കിഷോറാണ്. പൊതുവെ നമ്മൾ ബീഹാർ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന സമയത്ത് യാദവ് മുസ്ലിം രാഷ്ട്രീയം, അതേപോലെ തന്നെ ഉന്നത കുലജാതരായിട്ടുള്ള സവർണ ഹിന്ദു രാഷ്ട്രീയം, ഇങ്ങനെ ഉള്ള ചില വർഗീയ ചേരികളുടെ അടിസ്ഥാനത്തിൽ വെച്ചുകൊണ്ടോ സാമുദായിക ചേരികളുടെ അടിസ്ഥാനത്തിൽ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ജാതീയമായിട്ടുള്ള രീതികളിലോ മാത്രമാണ് വിലയിരുത്തി പോന്നിരുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ മാറിപ്പോയി സംഭവം. ബീഹാറിലെ ചെറുപ്പക്കാർ എന്താണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്? ഞങ്ങൾക്ക് തൊഴിലെവിടെ എന്നാണ് അവർ ചോദിക്കുന്നത്. ആ ചോദ്യത്തെ തിരഞ്ഞെടുപ്പിൻ്റെ സെൻട്രൽ പോയിന്റിലേക്ക് കൊണ്ടുവന്നതിൽ വലിയ പങ്ക് പ്രശാന്ത് കിഷോറുണ്ട്. പ്രശാന്ത് കിഷോർ നമുക്കറിയാം വലിയ രാഷ്ട്രീയ തന്ത്രജ്ഞനാണ്. നരേന്ദ്രമോദിയെ പോലും ഇത്തരത്തിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ എല്ലാ അടിയറ നീക്കങ്ങളും നടത്തിയിരുന്നത് ഇദ്ദേഹമായിരുന്നു. അങ്ങനെ കുറേ നാളുകൾ നടത്തി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി അദ്ദേഹം നടത്തി. സ്റ്റാലിൻ അടക്കമുള്ള, മമതാ ബാനർജി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ടി അദ്ദേഹം തെരഞ്ഞെടുപ്പ് അജണ്ടകൾ തയ്യാറാക്കിയിരുന്നുള്ളത് ശരിയാണ്. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ പ്രശാന്ത് കിഷോറിന് എന്തുകൊണ്ട് തനിക്ക് തന്നെ തൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരു പരിപാടി ആസൂത്രണം ചെയ്തുകൂടാ എന്ന് കരുതിയിട്ടാണ് അദ്ദേഹം ബീഹാറിൽ അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടി രൂപീകരിച്ചു. ജൻസ്വരാജ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ചു. അത് മിക്കവാറും തന്നെ പ്രൊഫഷണലുകളും അതേപോലെ തന്നെ വിദ്യാഭ്യാസമുള്ളതായിട്ടുള്ള ചെറുപ്പക്കാരുടെ ഒക്കെ ഒരു സംഘമായിട്ട് രൂപപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്തത്. ഇദ്ദേഹവും പോകുന്ന ഘോഷയാത്രകളിലും സമ്മേളനങ്ങളൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂടിച്ചേരുന്നുണ്ട്. അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം എന്ന് പറയുന്നത് സീതാദേവിയോ അതേപോലെ തന്നെ ക്ഷേത്ര നിർമ്മാണമോ ജാതികളോ ഒന്നുമല്ലാതെ അവരുടെ ജെന്യൂനായിട്ടുള്ള ഇഷ്യൂയിലേക്ക് കാര്യങ്ങളെത്തി. ഒന്ന് തൊഴിലില്ലായ്മ, രണ്ടാമത്തത് അവരുടെ ദാരിദ്ര്യം, മൂന്നാമത്തത് ഗ്രാമപ്രദേശങ്ങളുടെ അപകർഷതാവസ്ഥ. ഇപ്പം നിതീഷ് കുമാർ 20 കൊല്ലമായിട്ട് അപ്പുറത്തപ്പുറത്തൊക്കെ ചാഞ്ചാടി മുഖ്യമന്ത്രിയായിട്ട് കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൊത്തം ബീഹാറിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിതീഷിനെതിരായിട്ടുള്ള വികാരമാണ്. അപ്പം നിതീഷിനെതിരായിട്ടുള്ള വികാരം ഈ സർവേയിലൊക്കെ അത് പ്രകടമാണ്. ആരാണ് നിങ്ങൾക്ക് സ്വീകാര്യനായിട്ടുള്ള മുഖ്യമന്ത്രി എന്ന് ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ ഉത്തരം ഈ 160 സീറ്റ് NDAക്ക് പ്രവചിക്കുന്ന സർവേ തന്നെ പറയുന്നത് തേജസ്വി യാദവ് എന്നാണ് പറയുന്നത്. അതൊരു വൈരുദ്ധ്യമായിട്ട് എനിക്ക് തോന്നി. കാരണം എന്ന് വെച്ചാൽ ഒരു സർവേയിൽ ഒരു മുന്നണി വിജയിക്കും എന്ന് പറയുമ്പോൾ ആ മുന്നണിയുടെ നേതാവിനെ അല്ല ഏറ്റവും കൂടുതൽ ആളുകൾ മുഖ്യമന്ത്രിയാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് തേജസ്വി യാദവ് എന്ന് പറയുന്ന ലാലു പ്രസാദ് യാദവിൻ്റെ മകനെയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം ആ കുടുംബം, ഈ ലാലുവിൻ്റെ കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിഭീകരമായിട്ടുള്ള അഴിമതിയിൽപ്പെട്ട ഒരു കുടുംബമാണ്. ലാലു ഭരിച്ചിരുന്ന കാലം എന്ന് പറയുന്നത് ജംഗിൾ രാജിൻ്റെ കാലമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ
നമ്മളുടെ തിരഞ്ഞെടുപ്പിൻ്റെ ചർച്ചകളിലും അതേപോലെ വിശദാംശങ്ങളും ഉണ്ടെങ്കിലും ഈ കഴിഞ്ഞ ദിവസം അവിടെ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയിൽ പെട്ട പ്രവർത്തകരെന്ത് ചെയ്യുന്നു വെച്ചാൽ പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരാൾ വെടിവെച്ചു കൊന്നു. അങ്ങനെ വെടിവെച്ച് കൊന്നവരുടെ എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയത്തിൽ ഈ സർവേക്ക് കഴിയുന്നതിന് മുമ്പാണ് ഈ സംഭവം എന്നല്ല, സർവേ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ സർവേയിൽ വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ പ്രതിഫലിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഈ വെടിവെപ്പ് അല്ലെങ്കിൽ ഒരാളെ വെടിവെച്ച് കൊന്ന സംഭവത്തിന് ഇമ്പാക്റ്റ് ഉണ്ടാകാൻ സാധ്യത. ആ വെടിവെച്ച് കൊന്ന കൊലയാളികൾ എന്ന് പറയുന്നത് ആരാണ്? അത് JDUവിൻ്റെ ആളുകളാണ്, എന്ന് വെച്ചാൽ നിതീഷ് കുമാറിൻ്റെ പ്രവർത്തകരാണ്. അതൊരു വലിയ പ്രശ്നമായിട്ട് അവിടെ ഉയർന്നു വരുന്നുണ്ട്. ഈ പറയുന്ന 3-4 ദിവസങ്ങളിലുള്ളിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. എന്തായാലും നഗര കേന്ദ്രീകൃതമായിട്ടുള്ള പ്രദേശങ്ങളിൽ പ്രശാന്ത് കിഷോർ അത്യുജ്വലമായിട്ടുള്ള പ്രചാരണം നടത്തി വലിയ ഒരു വോട്ട് കട്ടറായി അദ്ദേഹം മാറുന്നുണ്ട്. വോട്ട് കട്ടർ എന്ന് വെച്ചാൽ 8-9% വോട്ട് അവർ പിടിക്കും എന്നാണ് ഈ സർവേന് വ്യക്തമാക്കുന്നത്. 40 മുതൽ 41% വരെ വോട്ട് NDAക്ക് കിട്ടുമെന്നും 39 മുതൽ 40% വരെ വോട്ടുകൾ മഹാസഖ്യത്തിന് കിട്ടും എന്നൊക്കെ പ്രവചിക്കുന്നൊരു സർവേയാണ്. അത് മതി. 1% ഒരു സിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ആട്ടം മതി യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പിൽ കുറേയധികം സീറ്റുകൾ ഒരു ഭാഗത്തേക്ക് ചായം ചാടാനായിട്ട്. പൊതുവെ നമ്മൾ പരിശോധിച്ചാൽ ഇവിടുത്തെ മത്സരം എന്ന് പറയുന്നത് ടൈറ്റാണ്, നെക്ക് ആൻഡ് നെക്ക് മത്സരമാണ്. ആര് ജയിക്കും എന്ന് പ്രവചിക്കാൻ പറ്റാത്ത തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഞാൻ അതിനെ വിലയിരുത്തുന്നത്. കാരണം ഞാൻ ഈ CPML എന്ന് പറയുന്ന മാവോയിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, അവർ ജനാധിപത്യ രീതിയിൽ മാറിയ ആളുകളാണ് CPML. അപ്പോൾ അവരുടെ പല പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച സമയത്ത് അവർക്ക് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റ് 20 സീറ്റിലാണ് അവർ മത്സരിക്കുന്നത്. അപ്പോൾ അവർക്ക് എനിക്ക് തോന്നുന്നത് ഒരു 15-നും 20-നും ഇടക്ക് അവർക്ക് സീറ്റ് കിട്ടുമെന്ന് അവർ പറയുകയാണ്. അല്ല, ഇതൊന്ന് പറഞ്ഞു തീർത്ത അല്ല, അവർ പറഞ്ഞ കാര്യമാണ്. നമ്മൾക്ക് ഇതിനകത്ത് അങ്ങനെ ഒരു പ്രവചനം നടത്തുന്നതിൽ പ്രസക്തി കുറവാണ് ശരി. അപ്പോൾ അവർ പറഞ്ഞത് 15 മുതൽ 20 സീറ്റുകൾ അവർക്ക് കിട്ടാം എന്ന് അതിലെ ആത്മവിശ്വാസം പുലർത്തുകയാണ് ചെയ്യുന്നത്. CPIക്ക് പക്ഷേ സീറ്റ് കഴിഞ്ഞ തവണത്തെ നഷ്ടപ്പെടാനുള്ള സാധ്യത. കാരണം CPIയും അതുപോലെ കോൺഗ്രസും പരസ്പരം അവിടെ സൗഹൃദ മത്സരം നടത്തുന്നുണ്ട്. CPMന് ചിലപ്പോൾ ഒരു സീറ്റോ 2 സീറ്റോ കിട്ടിയേക്കാം. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പൊതുവായ നിലപാട് അല്ലെങ്കിൽ അതിൻ്റെ നില കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ടതായിരിക്കും എന്ന് CPMLൻ്റെ പ്രവർത്തകർ പറയുന്നുണ്ട്, അവിടെ പോയി പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ മത്സരം ടൈറ്റായി നിൽക്കുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. 160 സീറ്റിലേക്ക് NDA വരും എന്ന് കരുതിയാൽ മത്സരം അങ്ങനെ ടൈറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവിടെ ഭരണം ആർക്ക് കിട്ടണമെന്ന് തീരുമാനിക്കുന്നത് ഒരു മാജിക്കൽ നമ്പർ 122 കാരണം 241 സീറ്റാണല്ലോ ഉള്ളത്. അപ്പോൾ 122 സീറ്റ് കിട്ടുന്ന മുന്നണി ഭരണത്തിലേക്ക് എത്തും. 160 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു വള്ളപ്പാട് അകലെ ഉള്ള വിജയമായി മാറും. അങ്ങനെ ഞാൻ ആ തെരഞ്ഞെടുപ്പിനെ നിരീക്ഷിക്കുന്നില്ല. അത് ഏതാണ്ട് ടൈറ്റാണ് എന്ന് വെച്ചാൽ ഒപ്പം പോകുന്ന രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് സംഭവിക്കും എന്നുള്ളത് ഈ 3-4 ദിവസത്തെ ആദ്യത്തെ ഈ നവംബർ 6-നാണുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. നമ്മളിപ്പോൾ ഇന്ന് 3-ാം തീയതി അല്ലേ? 2 ദിവസമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. അത് കഴിയുമ്പോൾ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫേസ് വേണമെങ്കിൽ അവിടെ കാണാനും കഴിയും. നോക്കാം, എന്തായാലും നമുക്ക് ഇങ്ങനത്തെ രീതിയിൽ അതിനിപ്പം എനിക്ക് തോന്നുള്ളൂ. ഈ സർവേ വന്നെന്നുള്ളത് ശരിയാണെങ്കിൽ പോലും ഞാൻ കരുതുന്നത് വളരെ ശക്തമായിട്ടുള്ള മത്സരം നടക്കുകയാണ്. ജയിക്കാനുള്ള സാധ്യത ആർക്ക് എന്നുള്ളത് ഉറപ്പ് പറയാൻ കഴിയില്ല. പക്ഷേ നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മൾ സൂചിപ്പിച്ചു, ഇന്നലെ അവിടെ നരേന്ദ്രമോദി നടത്തിയ റോഡ് ഷോ എന്ന് പറയുന്നത് നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിയമാരാണ് തോന്നിയിരിക്കുന്നത്. ഇതൊക്കെ വിലയിരുത്തലുകളുടെ ഇടയ്ക്ക് മുകളിൽ കയറി വരുന്നതായിട്ടുള്ള സിംഗുകളാണ്. അതെങ്ങനെ ഡൈവേർട്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഈ പ്രശാന്ത് കിഷോറും BJPയും തമ്മിലുള്ള NDA തമ്മിലുള്ള ഒരു മത്സരമായി നമുക്ക് ബീഹാറിനെ ഇല്ല, അങ്ങനെയൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ ഏറ്റവും കൂടുതൽ അവിടുത്തെ മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് തേജസ്വി യാദവ് ഉണ്ട്. അതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് പ്രശാന്ത് കിഷോർ മത്സരിക്കുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് പ്രശാന്ത് കിഷോറിലേക്ക് വരുന്നില്ല. പക്ഷേ പ്രശാന്ത് കിഷോർ വോട്ട് കട്ടറാണ്. ആരുടെ വോട്ട് കട്ട് ചെയ്യും? NDAയുടെ കട്ട് ചെയ്ത് NDA തോറ്റു. മഹാസഖ്യത്തിനെയാണ് കട്ട് ചെയ്യുന്നത്, മഹാസഖ്യം തോറ്റുവോ? പക്ഷേ ഇവർക്ക് 2 കൂട്ടർക്കും ആശ്വസിക്കാവുന്നത് നഗര കേന്ദ്രീകൃതമായിട്ടുള്ള മേഖലകളിലാണ് പ്രശാന്ത് കിഷോറിൻ്റെ സ്വാധീനം നിലനിൽക്കുന്നത്. ഗ്രാമങ്ങളിലേക്ക് അത് അത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യത്തിലേക്ക് ഇപ്പോൾ വളർന്നിട്ടില്ല, നാളെ വളർന്നേക്കും. പക്ഷേ പ്രശാന്ത് കിഷോർ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട അത് തൊഴിലില്ലായ്മയിലേക്കും വിദ്യാഭ്യാസത്തിലേക്കും ബീഹാറിൻ്റെ ഈ അവിടെ നിന്ന് ആളുകളിങ്ങനെ തൊഴിൽ തേടി
ഒരുപാട് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നുണ്ടല്ലോ. ആ വിഷയങ്ങളൊക്കെ കേന്ദ്രീകരിപ്പിച്ചു എന്നുള്ളതാണ്. ഉം. അത് അതിൻ്റെ ഒരു സ്വഭാവം മാറ്റുന്നതാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.